ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 4-5 പേജ് ഹിസ്റ്ററിയുടെ മറ്റു എസ് എഴുതണ്ട്. ഈ ഷെർഷായുടെ ഭരണപരിഷ്കാരമൊക്കെ എത്ര പഠിച്ചാലും ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ വിട്ടുപോകും. അപ്പൊ അച്ഛനൊരു സൂത്രപ്പണി പറഞ്ഞു തന്നു. ഈ ഷെർഷയെ നമ്മുടെ അമിതാഭ് ബച്ചനായിട്ട് സങ്കല്പിക്കണം. ഗൗണും തലപ്പാവും ഒക്കെ വെച്ച് ഒരു 6-6 അടി പൊക്കമുള്ള അമിതാഭ് ബച്ചൻ. മമ്മൂട്ടി എങ്കിൽ മമ്മൂട്ടി. പിന്നെ മന്ത്രി, അംഗരക്ഷകരും ചേകവരും ഒക്കെ എല്ലാം നമ്മുടെ ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ഒക്കെ കൂടി ഒരു ലഗാൻ പടം മാതിരി ചരിത്രം അങ്ങോട്ടൊരു സിനിമാ കഥയാക്കും. പിന്നെ ഭരണപരിഷ്കാരങ്ങളൊക്കെ അവരുടെ ഡയലോഗ്സ് പോലെ ആക്കിയാൽ കാര്യസ്ഥം. കണ്ട ഒരു സിനിമയുടെ കഥ എഴുതാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് എഴുതത്തില്ലേ? പിറ്റേന്ന് രാവിലെ തന്നെ ലൂസറ്റയെ കാണാനായി ഹെൻചാഡ് ഹൈപ്ലേസ് ഹാളിൽ പോയി. എന്നാൽ ഇത്രയും ദിവസങ്ങളായി കാണാൻ ഹെൻചാഡ് വരാഞ്ഞതിൽ ലൂസറ്റയ്ക്ക് നല്ല ദേഷ്യം ഹെൻചാഡിനോട് തോന്നിയിരുന്നു. തനിക്ക് തലവേദനയാണെന്ന് വേലക്കാരിയെ കൊണ്ട് പറയിപ്പിച്ച് ലൂസറ്റ ഹെൻചാഡിനെ ഒഴിവാക്കുന്നു. ഹെൻചാഡിനെ വിവാഹം കഴിക്കാനാണ് താൻ കാസ്റ്റർ ബ്രിഡ്ജിൽ വന്ന് താമസമാക്കിയത്. എന്നാൽ തന്നെ വന്ന് കാണാൻ ഇപ്പോഴാണ് ഹെൻചാഡിന് സമയം കിട്ടിയത്. ഹെൻചാഡിനെ ഒന്ന് ചൊടിപ്പിക്കണമെന്നേ ലൂസറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഹെൻചാഡിന് വലിയ നാണക്കേടായിട്ടാണ് തോന്നിയത്. ഹെൻചാഡിൻ്റെ ബിസിനസ് വലിയ നഷ്ടത്തിലായി. എല്ലാ സ്വത്തുക്കളും വിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ഹെൻചാഡിന് മനസ്സിലായി. ഹെൻചാഡിന് ഫാർഫ്രയോട് അടങ്ങാത്ത ദേഷ്യം തോന്നി. ഫാർഫ്രയാണ് തൻ്റെ ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് ഹെൻചാഡ് വിശ്വസിച്ചു. ഒരു ദിവസം ഹെൻചാഡിൻ്റെയും ഫാർഫ്രയുടെയും ചരക്ക് കൊണ്ടുപോകുന്ന കുതിരവണ്ടികൾ കൂട്ടിയിടിച്ചു. ഹൈപ്ലേസ് ഹാളിൽ വെച്ചായിരുന്നു സംഭവം. ഹെൻചാഡിൻ്റെ വണ്ടിക്കാരൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് ലൂസറ്റയും ജെയിനും സാക്ഷ്യം പറഞ്ഞു. ഹെൻചാഡിൻ്റെ വണ്ടിക്കാരൻ സ്വന്തം തെറ്റ് മറയ്ക്കാൻ വേണ്ടി ജെയിനും ലൂസറ്റയും ഇപ്പോൾ ഫാർഫ്രയുടെ ആളുകളാണെന്ന് ആരോപിച്ചു. സത്യത്തിൽ ജെയിനും ലൂസറ്റയും തങ്ങൾ കണ്ട കാര്യം സത്യസന്ധമായി പറഞ്ഞെന്നേ ഉള്ളൂ. ഹെൻചാഡിന് ഫാർഫ്രയോട് അയാളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. പിറ്റേന്ന് ഹൈപ്ലേസ് ഹാളിൽ ഹെൻചാഡ് ഒരു കേസിൻ്റെ വിധി പറയാൻ പോയി. നഗരത്തിൻ്റെ മജിസ്ട്രേറ്റ് കൂടിയാണ് ഹെൻചാഡ്. അന്ന് ഒരേ ഒരു കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വയസ്സായ സ്ത്രീ ഒരു പോലീസ് കോൺസ്റ്റബിളിനെ അസഭ്യം പറഞ്ഞു. അതാണ് കേസ്. ആരോപണം നേരിടുന്ന വയസ്സായ സ്ത്രീയെ ഹെൻചാഡ് തിരിച്ചറിഞ്ഞു. ഫേർമിറ്റി വിൽക്കുന്ന സ്ത്രീയാണവർ. ഇവരുടെ കയ്യിൽ നിന്ന് ഫേർമിറ്റി വാങ്ങി കുടിച്ച് ബോധം നശിച്ച താൻ തൻ്റെ ഭാര്യയെയും മകളെയും ലേലത്തിൽ വിറ്റു. 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സംഭവം ഹെൻചാഡിൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു. അവർ തന്നെ തിരിച്ചറിയാൻ സാധ്യതയില്ലെന്ന് ഹെൻചാഡ് ആശ്വസിച്ചു. കാരണം താൻ 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ സൂസനെയും ജെയിനെയും തിരക്കി അവരെ കാണാൻ പോകുമ്പോഴെല്ലാം തന്നെ തിരിച്ചറിയാത്ത വിധം താടിയും മീശയും വെച്ചിരുന്നുവല്ലോ. ഹെൻചാഡ് അങ്ങനെ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് എന്തോ ഭയം തോന്നി. തൻ്റെ ഭാഗം പറയാൻ ആ വയസ്സായ സ്ത്രീക്ക് അവസാനം അവസരം ലഭിച്ചു. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ഹെൻചാഡ് അവരോട് ചോദിക്കുന്നു. കുറ്റം സമ്മതിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നതിന് പകരം അവർ ഉച്ചത്തിൽ ഒരു മറുചോദ്യമാണ് ചോദിച്ചത്. തന്നെ വിധിക്കാൻ എന്ത് യോഗ്യതയാണ് മജിസ്ട്രേറ്റ് കസേരയിൽ ഇരിക്കുന്ന ആൾക്കുള്ളത്? കോടതിയിലുള്ള എല്ലാവരും ഞെട്ടിത്തിരിച്ചുപോയി. 5 ഗിനിക്ക് സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും ലേലത്തിൽ വിറ്റ മഹാനാണോ എന്നെ ശിക്ഷിക്കാൻ പോകുന്നത്? വയസ്സായ സ്ത്രീ ഹെൻചാഡിനെ ചൂണ്ടി ഉറക്കെ ചോദിച്ചു. വയസ്സായ സ്ത്രീ കഥകൾ കെട്ടിച്ചമച്ച് കോടതിയെ അപമാനിക്കുകയാണെന്ന് വാദിഭാഗം വക്കീൽ പറഞ്ഞു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹെൻചാഡ് ഇങ്ങനെ പറയുന്നു. ആ സ്ത്രീ പറഞ്ഞത് സത്യമാണ്. 5 ഗിനിക്ക് സ്വന്തം ഭാര്യയെയും മകളെയും ലേലത്തിൽ വിറ്റവന് മറ്റുള്ളവരെ വിധിക്കാൻ ഒരധികാരവുമില്ല. ഹെൻചാഡ് മറ്റൊന്നും പറയാതെ കോടതിയിൽ നിന്നും ഇറങ്ങി നടന്നു. വഴിയിൽ വെച്ച് 2 സ്ത്രീകളെ ഒരു കാള കുത്താൻ ഓടിക്കുന്നത് ഹെൻചാഡ് കണ്ടു. സ്ത്രീകൾ അലറിക്കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അവർ ലൂസറ്റയും ജെയിനുമാണെന്ന് ഹെൻചാഡ് തിരിച്ചറിഞ്ഞു. ഹെൻചാഡ് ആ കൂറ്റൻ കാളയ്ക്കൊപ്പം ഓടി. അതിനെ മറികടന്നു. ജീവൻ പണയം വെച്ച് കാളയെ പിടിച്ചു നിർത്തുന്നു. ലൂസറ്റ ഹെൻചാഡിനെ അറിയാത്തതായി ജെയിന് മുന്നിൽ ഭാവിച്ചു. ഹെൻചാഡിനോട് ലൂസറ്റ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു. ജെയിൻ ഹെൻചാഡിനെ ലൂസറ്റയ്ക്ക് പരിചയപ്പെടുത്തി. ലൂസറ്റയ്ക്ക് ജെയിനെ അവിടെ നിന്ന് മാറ്റണമെന്നുണ്ട്. ഹെൻചാഡിനോട് അവൾക്കുള്ള പരിഭവമൊക്കെ പോയിക്കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് തൻ്റെ തൂവാല നഷ്ടപ്പെട്ടതായി ലൂസറ്റ അറിയുന്നത്. ആ തൂവാല അവൾക്ക് ഹെൻചാഡ് സമ്മാനിച്ചതാണ്. അത് നഷ്ടപ്പെടുന്നത് അവൾ ഇഷ്ടപ്പെടുന്നില്ല. തൂവാല നഷ്ടപ്പെട്ട കാര്യം ലൂസറ്റ തന്നോടെന്ന വണ്ണം പറഞ്ഞു. കാള കുത്താൻ വന്ന സ്ഥലത്ത് വെച്ചായിരിക്കും അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക എന്ന് ലൂസറ്റ പറഞ്ഞു. താൻ തൂവാല എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ജെയിൻ അവർ വന്ന വഴിയിൽ പിന്നോട്ടു പോയി. ലൂസറ്റ താനും ഹെൻചാഡുമായിട്ടുള്ള വിവാഹം അടുത്ത മാസം തന്നെ നടത്തണമെന്ന് പറഞ്ഞു. അതിന് നടക്കില്ലെന്ന് ഹെൻചാഡിന് നന്നായി അറിയാമായിരുന്നു. താമസിയാതെ കോടതിയിൽ നടന്ന സംഭവങ്ങളെല്ലാം ജെയിനും ലൂസറ്റയും അറിയും. അതറിയുമ്പോൾ തന്നെ ലൂസറ്റ തന്നെ തള്ളിപ്പറയും. ഹെൻചാഡ് എന്ത് പറയണമെന്നറിയാതെ നിർവികാരനായി ലൂസറ്റയ്ക്കൊപ്പം നടന്നു.
ജെയിൻ തൻ്റെ മകളാണെന്നാണ് അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഫെർമിറ്റി ടെൻറ്റിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം അവൾ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ജെയിൻ തന്നെ ഇപ്പോഴത്തതിനേക്കാൾ വെറുക്കും. ഹെൻചാർഡിന് തല കറങ്ങുന്ന പോലെ തോന്നി. അയാൾ വഴിയരികിലുണ്ടായിരുന്ന ഒരു മരബെഞ്ചിൽ തളർന്നിരുന്നു. അപ്പോഴേക്കും ജെയിൻ തൂവാലയുമായി വന്നിരുന്നു. ഹെൻചാർഡ് ബെഞ്ചിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അതിൽ വിജയിച്ചില്ല. ഹെൻചാർഡ് ഇന്ന് അയാളുടെ ബംഗ്ലാവിലേക്ക് പോകണ്ടെന്നും ലൂസറ്റയുടെ വീട്ടിൽ തങ്ങാമെന്നും ലൂസറ്റ നിർദ്ദേശിച്ചു. ജെയിൻ്റെ സാന്നിധ്യം ഹെൻചാർഡ് മറ്റൊരു നാളും ഇല്ലാത്തതുപോലെ ആഗ്രഹിച്ചു. അതുകൊണ്ട് അയാൾ അതിന് സമ്മതിച്ചു. നാളെ നേരം വെളുക്കുമ്പോൾ ലേലത്തിൻ്റെ കഥ ജെയിനും ലൂസറ്റയും അറിയും. മനുഷ്യൻ നിസ്സഹായനാകുന്നത് സമ്പത്തില്ലാത്തപ്പോഴല്ല, ആരും സ്നേഹിക്കാനില്ലാത്തപ്പോഴാണ് എന്ന് ഹെൻചാർഡിന് തോന്നി. കോടതിയിൽ നടന്ന സംഭവം നാട്ടിൽ പാട്ടാകാൻ നേരം വെളുക്കേണ്ടി വന്നില്ല. അന്ന് രാത്രിയിൽ തന്നെ ലേലത്തിൻ്റെ കഥ ലൂസറ്റയും ജെയിനും അറിഞ്ഞു. ലൂസറ്റയുടെ സമനില തെറ്റി. ഇങ്ങനെ ഒരു മനുഷ്യനെയാണല്ലോ താൻ സ്നേഹിച്ചത്. അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി. ദൂരെ ഒരു ഗ്രാമത്തിൽ വെച്ച് ഭാര്യയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ട ഒരാളോട് തോന്നിയ സഹതാപം. പക്ഷെ അക്കാര്യം അയാൾ കളവ് പറയുകയായിരുന്നു. പിന്നെ സ്വന്തമായി എടുത്തുകൊണ്ട് ഭൂമി കൂടി ഇല്ലാഞ്ഞിട്ടും ഒരു നഗരത്തിൻ്റെ മേയറായി വളർന്ന ഒരാളോട് തോന്നിയ ആരാധന. നാട്ടുകാർ തങ്ങളെപ്പറ്റി അപവാദങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരെയും നിശബ്ദരാക്കിക്കൊണ്ട് തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ ധീരത. പക്ഷെ ഇന്നാണ് ഹെൻചാർഡ് എന്ന മനുഷ്യൻ്റെ യഥാർത്ഥ മുഖം താൻ അറിയുന്നത്. താൻ എത്ര വിഡ്ഢിയാണ്. അയാളുടെ ഭാര്യ മരിച്ചെന്നറിഞ്ഞപ്പോൾ അയാളോട് സഹതാപം തോന്നി അയാളെ വിവാഹം കഴിക്കാൻ വന്ന പമ്പര വിഡ്ഢി. നാളെ അയാൾ തന്നെയും ലേലത്തിൽ വിൽക്കുകയില്ലെന്ന് ആര് കണ്ടു? ലൂസറ്റെ കോപവും വെറുപ്പും കൊണ്ട് വിറച്ചു. ഗസ്റ്റ് ഹൗസിൽ ഉറങ്ങിക്കിടന്ന ഹെൻചാർഡിനെ വിളിച്ചുണർത്തി. ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് അട്ടഹസിച്ചു. ജെയിൻ അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. ആ രാത്രിയിൽ തല കുനിച്ച് ഹെൻചാർഡ് ഇരുട്ടിലൂടെ നടന്നു നീങ്ങുന്നത് അവൾ നോക്കി നിന്നു. ജെയിൻ അയാളോട് സഹതാപം തോന്നി.